അപ്പം ഞാനിന്നൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആവേണ്ട കല്യാണമല്ല കേട്ടോ, റിസപ്ഷനാണ് കേട്ടോ വൈകുന്നേരത്തെ. അപ്പോൾ എൻ്റെ മുഖത്ത് പരിപാടികൾ കഴിഞ്ഞിട്ട് ഇപ്പം ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം, മുടിയൊക്കെ ഒന്ന് പിന്നിട്ട്. അപ്പോൾ കമ്മൽ എനിക്കൊരു ഏതിടണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ ഡ്രസ്സിന് മാച്ച് ചെയ്ത് നമുക്ക് കുറച്ച് പാർട്ടി ലുക്കുള്ള കമ്മലെല്ലാം ചേരുള്ളൂ. അപ്പോൾ എൻ്റെ ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കിയൊക്കെ ഒരു സാരി എടുക്കുമ്പോൾ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു സ്റ്റെഡും കൂടി ഇട്ട് നോക്കിയിട്ടു. അപ്പോൾ രണ്ടും നല്ലതായിരുന്നു. പിന്നെ എനിക്കൊരു മനസ്സിന് സുഖമൊന്നും തരില്ല. അപ്പോൾ ഞാനത് ഹാങ് ചെയ്യാൻ എടുത്തിട്ട് ഇത് പാർക്കുട്ടിയുടെ കോസ്റ്റ്യൂം ഇതല്ല. അപ്പോൾ ഞാൻ പാർക്കുട്ടിനെ അന്വേഷിക്കുകയാണ്. പാർക്കുട്ടി അവിടെ സൈഡിൽ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ അവളെ ഒരുക്കി നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഞങ്ങൾ രണ്ടുപേരെ ഫൈനലൊക്കെ. അപ്പോൾ വിഷ്ണുവായിട്ട് വണ്ടിയൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി. നമുക്ക് മുതുവറയിലായിരുന്നു നമ്മുടെ റിസപ്ഷൻ ഉണ്ടായിരുന്നത്. അധികം ദൂരമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ വഴിയെന്നല്ല വീട്ടിൽ നിന്ന് ഒരു മിനിറ്റ് എന്തോ ഉള്ളൂന്ന് തോന്നുന്നു മുതുവരയ്ക്ക്. നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ റിസപ്ഷൻ നടന്ന ഹാൾ തന്നെയാണ് കേട്ടോ. ആ ഹാളിൽ തന്നെയായിരുന്നു ഈ പരിപാടി. അങ്ങനെ നമ്മുടെ അവിടെ ഒരു ആർച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിത് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വന്നിട്ട് റിസപ്ഷൻ്റെ ഹാളിലോട്ട് കയറിയിട്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അങ്ങനെ ആൾക്കാരൊന്നും അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. വിഷ്ണുവേട്ടനോട് പറയുന്നുണ്ട് എവിടെയെങ്കിലും മുളയ്ക്ക് പോയിരുന്നോ, ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് പറ്റില്ല, എനിക്കിവിടെ അങ്ങനെ അധികം ആരെയും അറിയില്ല, പിന്നെ എനിക്കറിയാവുന്നവരൊന്നും വന്നിട്ടുമില്ല. അതാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിഷ്ണുവേട്ടൻ എൻ്റെ കൂടെ വന്നു. അതേ നമ്മൾ ഹാളിലോട്ട് കയറിയിട്ട്. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല, കണ്ടില്ല കസേരകൾ കൊഴിഞ്ഞെടുക്കണേന്ന്. ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തിയിട്ടോ. ശരിക്കും പറഞ്ഞാൽ പരിപാടി തുടങ്ങിയപ്പോൾ ഒരു 7 മണി 7:30 ആയപ്പോഴേക്കുമാണ് ആൾക്കാരൊക്കെ കൂടുതലും വന്നു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ പാർക്കുട്ടി ഒക്കത്തൊക്കെ പോയി തുടങ്ങിയിട്ട്. അവർക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ നടക്കുന്ന ജ്വരമായിരുന്നു. പിന്നെ പാർക്കുട്ടിയുടെ ഫേവറേറ്റ് സോങ്ങായ ഇല്ലൂമിനാറ്റിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഇതായിരുന്നു, കളിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അടുത്ത ചേട്ടൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇല്ലൂമിനാറ്റി കേൾക്കുമ്പോൾ നല്ല ഡാൻസാണ് കേട്ടോ, കൈയൊക്കെ ഇട്ടിട്ട് നല്ല കളിയായിരുന്നു. പാർക്കുട്ടിക്ക് എന്നാലും വൈബ് അടിച്ച പോലെയാണ് അവിടെ ചെന്നപ്പോൾ. നടക്കുക എന്നുള്ള ജ്വരം മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ സോക്സും ഇട്ടുകൊണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് നടത്താനും വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ വീണാല പിന്നെ കാർപ്പറ്റിൽ കൂടെ നടക്കണമെങ്കിൽ കുഴപ്പമില്ല. എന്നാലും നമ്മളൊരാൾ നടക്കാൻ കൂടെ ചെല്ലാണ്ട് പറ്റില്ല. നമ്മൾ കൈ പിടിക്കുമ്പോഴേക്ക് പറന്നാണ് അവൾ പോകണം, കണ്ടില്ലേ, പറന്നോടി പോണത്. പിന്നെ എടുത്ത് കുറേ നേരം ഇരുന്നു, മടിയിലിരിക്കണുണ്ടായിരുന്നില്ല. എനിക്കും ഇതൊക്കെ തന്നെയായിരുന്നു. എല്ലാവരും അതേ മാറി മാറി എടുത്തുകൊണ്ട് നടക്കണമായിരുന്നു. താഴെ നിൽക്കണം ആ ഒരു ജ്വരം മാത്രമേ ബാർസിനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ആൾക്കാരൊക്കെ വന്ന് കൂടുതലായപ്പോൾ നമുക്ക് പിന്നെ നടക്കാനും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ മടിയിലൊന്നും ഇരിക്കണുണ്ടായിരുന്നില്ല. പിന്നെ വിഷ്ണുവേട്ടനൊക്കെ എടുത്ത് അങ്ങനെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി തിരക്ക് കൂട്ടാണ്. അപ്പോൾ സോക്സ് ഇട്ടാണ് ടൈലായതുകൊണ്ട് വീടുണ്ട്, ശരിക്കും നടക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് വീടാനൊക്കെ പോകുന്നുണ്ട്. കാർപ്പറ്റിൽ നടക്കുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നടത്തിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അഗുബയിൽ നമ്മൾ പരിചയപ്പെട്ട വണ്ടി ചേച്ചീൻ്റെ ക്ലബ്ബിൽ തന്നെയുള്ള വിഷ്ണുവേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്നു. പിന്നെ നമ്മുടെ സതീശേട്ടനൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ ക്ലബ്ബിലുള്ള പിള്ളേഴ്സും ഫാമിലിയൊക്കെ വന്നായിരുന്നിട്ട് ഒരുവിധം സതീശേട്ടൻ വന്നപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ വിറ്റ് ചേട്ടനായിട്ട്, അതായത് നമ്മുടെ കമൻറ്റുകൾ ഈ ട്രോളൊക്കെ അടിക്കുന്നത് നല്ല രസമാണ്. അവരുടെ സംസാരം ആൾ നല്ല ട്രോളൊക്കെയാണ്, നമുക്ക് ചിരി വരുന്ന സൈസപ്പോൾ എന്താണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോസിനൊക്കെ പറ്റിയൊക്കെ കമൻറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ ഗായ്സ് എന്നൊക്കെ പറയണതിനെ പറ്റി. അപ്പോൾ നമ്മളവിടെ ഫംഗ്ഷനൊക്കെ ഒരുവിധം തുറന്നു തുടങ്ങിയത്. പാർക്കുട്ടിയാണെങ്കിൽ വീണ്ടും നടപ്പ് തന്നെയായിട്ട് ഗൈസ്, നടപ്പ് ഓരോരുത്തർ വന്നൊരു പാർക്കുട്ടീനെ നടക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ട. ഞാനും വിഷ്ണുവിനോട് ഇരിക്കുകയാണ്. കുറേ പ്രശ്നം ഞാൻ നടത്തി, എനിക്ക് മതിയായി നടന്നിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഒരു ഹായൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴോട്ട് വന്നിട്ട് ഫുഡ് എന്താ പറയുക, ഫ്രൈഡ് റൈസും ചപ്പാത്തിയും പത്തിരിയും ഇറച്ചിക്കറിയും ചിക്കൻ വറുത്തതും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും സാധനം വാങ്ങിച്ചിട്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പാർട്സ് ആണെങ്കിൽ ഞാൻ കഴിക്കാൻ ഇരുന്നിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ പാത്രത്തിൽ കൈയിടുക, അതൊക്കെ പിറകെ താഴേക്കിടുക. അങ്ങനെ ഞാൻ അവളെ നമ്മുടെ കൂട്ടത്തിലുള്ള ചേട്ടൻ്റെ കൊടുത്തിട്ട് ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി കഴിക്കും. സീറ്റ് ഉണ്ടായിരുന്നില്ല, അതുപോലെ കിട്ടണോടത്ത് കയറിയായിട്ട് അപ്പോൾ നമ്മൾ ഇരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഗൈസ് ബജ്ജി കണ്ടത്. അപ്പോൾ ഞാൻ മുട്ട ബജ്ജി ഒരു കായ ബജ്ജിയും എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഐസ്ക്രീമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഒരു സ്കൂപ്പിട്ട് ചേട്ടനോട് ഞാൻ 2 സ്കൂപ്പിട്ട് തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ പാറൂസ് ആണെങ്കിൽ അവിടെ ഐസ്ക്രീം നല്ല പെടയാണ് കേട്ടോ. കുറച്ച് ഐസ്ക്രീം അവൾക്ക് ജലദോഷമൊക്കെ വന്ന് കഴിഞ്ഞ് പോയുള്ളൂ കേട്ടോ. അപ്പോൾ ഐസ്ക്രീം കണ്ടിട്ട് ആൾക്ക് നല്ല എന്താ പറയുക കൊടുക്കാൻ വേണ്ടി നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് 2 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് ഞാൻ തിന്നാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാറൂസിൻ്റെ വരെ പോയാക്കിയുണ്ട്. അപ്പോൾ പാറൂസിന് കണ്ടിട്ട് ഐസ്ക്രീം തിന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആൾക്ക് ഒരു കുഴപ്പമില്ല ഐസ്ക്രീം തിന്നണേനൊന്നും കേട്ടോ. അല്ലാണ്ട് പായസത്തിൻ്റെ മധുരമൊന്നും നമുക്ക് ഇഷ്ടമല്ല കേട്ടോ. അല്ലാണ്ട് വേറെ മധുരങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ കുറുക്കിൻ്റെ മധുരം അങ്ങനത്തെ മധുരമൊന്നും ഇഷ്ടമല്ല. ഐസ്ക്രീം അപ്പോൾ നമ്മൾ ആദ്യം നിന്നോളും, കുറച്ച് കൊടുത്തോളൂ കേട്ടോ, കാരണം കൊച്ചല്ലേ വയ്യണ്ട. അതൊക്കെ കഴിഞ്ഞതേ പാറൂസ് വീണ്ടും പാട്ട് കേട്ടിട്ട് തുള്ളാൻ വേണ്ടി തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടൻ വന്നിട്ട് അടുത്ത വിറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മുകളിലോട്ട് വന്നിട്ട്. അപ്പോൾ മുകളിലാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു കൊച്ചൊക്കെ വന്ന് ഫാറൂസിനെ പിടിക്കാനായിട്ട്. അതാണ് കഴിഞ്ഞ് നമ്മുടെ ക്ലബ്ബിലുള്ള മെമ്പേഴ്സൊക്കെ കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയാക്കിയിട്ടോ. നമ്മുടെ വിഷ്ണുവേട്ടൻ്റെ ക്ലബ്ബിലുള്ള എല്ലാ ഫ്രണ്ട്സും കൂടി കയറിയാക്കിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടാണ്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ക്ലബ്ബിലുള്ള. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് കയറി വന്നിട്ട് ഞാനവിടെ നിൽക്കുന്നത്, ഞാനും ബാറൂസൊക്കെ നിൽക്കുന്നുണ്ട്. ഫാമിലിയിലെ വിഷേട്ടൻ്റെ ക്ലബ്ബിലെ ഫ്രണ്ട്സും
ഫാമിലീസൊക്കെ കൂടി ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിട്ട് അപ്പോൾ എല്ലാവരും കൂടി സെറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി അവരിങ്ങനെ ഓരോരുത്തരോട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ലാസ്റ്റ് സെറ്റായിട്ടു. അപ്പോൾ നമ്മളൊരു യോ പറയാൻ വേണ്ടിയുള്ള നിൽക്കുന്ന വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എല്ലാവരും കൂടി ലാസ്റ്റ് ഫോട്ടോയ്ക്ക് വീഡിയോയ്ക്ക് കൂടി യോ പറഞ്ഞു. ഇതോടെ നമ്മുടെ റിസപ്ഷൻ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങളപ്പോൾ വീട്ടിലോട്ട് പോകുന്നതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ടാറ്റാ ബൈ ബൈ. സി യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ടാറ്റാ സി യു.